ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു. ഞാനിപ്പോ നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നുകൊണ്ട് മാത്രമല്ല കൊച്ചിയിൽ തലയ്ക്ക് ശരിയില്ലാത്ത എത്തില്ലല്ലോ അങ്ങനെയുള്ള. അത് നോവലിന് വേണ്ടിയാണ് പുള്ളി എഴുതിയത്. നമ്മൾ ആടിനെ ഈ മരുഭൂമിയിട്ട് എന്ത് ഇതൊക്കെ ഞാൻ ബെന്യാമിൻ സാറിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് ആടിനെ അങ്ങനെ ഇത് ചോദിക്കാൻ ചെയ്തെങ്കിൽ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ കഥയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അല്ലെ നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ ആടിനെ 100% ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി. ഒന്നിച്ച് എനിക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു അന്ന് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തത്. നാളെ വൈകിട്ട് അവന് വരേണ്ടത്, ഇന്ന് കുട്ടി 4 മണിക്ക് മരിക്കുക. അങ്ങനെ ഒരുപാട് വിഷമഘട്ടങ്ങളാണ് എല്ലാം കടന്നു പോയിട്ട്. ഒരുപാട് ഞാൻ ദൈവത്തെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചെന്ന്. ഞാൻ അടുത്തൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കാൻ കാരണമല്ല. എന്നെ മാത്രമേ ഒറ്റപ്പുറം കൊണ്ടിട്ട് എന്താ അള്ളാന്ന് വിളിച്ച് ഞാൻ ഇന്നലെ പോയ ആ പടം കണ്ടിട്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ അവിടുത്തെ അനുഭവത്തെ കുറിച്ചാണ് മൊത്തം കാണിച്ചേക്കുന്നത്. പൃഥ്വിരാജ് സാർ ആ കുബൂസ് കഴിക്കുമ്പോൾ എനിക്ക് ആടുന്ന് കരയുമായിരുന്നു. കുബൂസും കഴിച്ച് ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരിക്കുന്ന ഒരു രംഗങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജനിച്ച് 2 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ കുട്ടിക്ക് കുഞ്ഞിനൊരു മുട്ടായി പോലെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനുള്ള ഒരു ഇതില്ലാതെ അവൻ്റെ മുമ്പിലോട്ട് വന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഈ പ്രണയ രംഗങ്ങളൊക്കെ കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചോദ്യവും വരുന്നുണ്ട്, നജീബ് റിയൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത്ര റൊമാൻറ്റിക് ആണോ എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട് ആളുകളുടെ ഇടയിൽ. എങ്ങനെ സ്നേഹമുണ്ടെന്നോ? അതെ, ഉമ്മാനോട് അത്രമാത്രം ഒരു സ്നേഹം ഉണ്ടോ എന്നുള്ളത്. വൈഫിനോട് എനിക്ക് അത്രയ്ക്കും സ്നേഹമായിരുന്നു. പറയുത്താൻ പറ്റാത്തൊരു നിമിഷമാണത്. ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ വന്ന് എത്തിപ്പെട്ടെന്നാണ് എൻ്റെ ഇത്. ആ പുള്ളിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ രക്ഷപ്പെടത്തില്ല. ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കത്തുമില്ലായിരുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരിക്കുന്ന ഒരു രംഗങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആടുജീവിതം സിനിമ ഇപ്പൊ തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ണീരോടെ അല്ലാതെ മലയാളിക്ക് തീർച്ചയായും ഈ ആടുജീവിതം സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തിയേറ്ററിൽ അണിയറ പ്രവർത്തകരോടൊപ്പം തന്നെ ആടുജീവിതം കാണാനായിട്ട് നജീബിക്കയും പോയിരുന്നു. നജീബിക്കയുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നജീബിക്കയോട് തന്നെ ചോദിച്ചു നോക്കാം. നമസ്കാരം നജീബിക്ക. അപ്പം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നജീബിക്ക. ഇപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ നാട്ടില് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ആടുജീവിതം സിനിമ റിലീസായത്. എങ്ങനെ നോക്കിക്കാണുന്നു? എന്താണ് ഇപ്പം ഫീൽ ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇന്നലെ പോയ ആ പടം കണ്ടിട്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ അവിടുത്തെ അനുഭവത്തെ കുറിച്ചാണ് മൊത്തം കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കരയുമായിരുന്നു ഇതുപോലെ. പിന്നെ അതെൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊരു ഓർമ്മ, ഇതെല്ലാം മറന്നിരുന്ന കാര്യങ്ങളാണ്. വീണ്ടും അത് മനസ്സിലോട്ടൊരു ഓർമ്മ വന്നപ്പോൾ എൻ്റെ അളിയനും ഒക്കെ അടുത്തിരിക്കണം. അവരൊക്കെ സമാധാനപ്പെടുത്തി, എന്തിനു കരയണ്ട, അത് സിനിമയല്ലേ അത്. ആ പൃഥ്വിരാജിൻ്റെ ഓരോ രംഗങ്ങൾ കാണുന്നതോറും അതേപോലെ തന്നെ കാണിക്കുന്നത് രംഗം സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതേപോലത്തെ രംഗങ്ങളായിരുന്നു കാണിച്ചത്. നമ്മള് സിനിമയില് കണ്ടിട്ടുണ്ട്, പിന്നെ നോവലില് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അത് കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ ഉള്ള ഒരു ഫീലാണ്. അത് അത്രമാത്രം ഗാഢമായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് നജീബിക്ക, അല്ലെ? അതെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊന്നും നമുക്ക് പറയാനായിട്ടോ എടുക്കാനായിട്ടോ പറ്റില്ല. ആർക്കും അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവം ഇനി മറ്റൊരാൾക്കും വരരുതെന്നാണ് എൻ്റെയും പ്രാർത്ഥന. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അത് രക്ഷപ്പെടാത്ത ഇനി എത്രയോ ആൾക്കാർ കാണുമെന്നൊക്കെ ചിലപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലൊന്നും കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ അന്നൊക്കെ ഒരുപാട് പേർക്ക് ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗൾഫിലേക്ക് പോകുന്ന നല്ല മൊബൈല്, കൂടിയ മൊബൈലൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഏത് പണിക്ക് പോകുന്നെങ്കിലും ശരി തന്നെ മൊബൈലുമായിട്ടാണ് പോകണം. അപ്പൊ അത് തന്നെ ഒരു സന്തോഷമുണ്ട്.
നമ്മളവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനും മറ്റുമൊക്കെ നല്ല സൗകര്യത്തെയുള്ള രീതിയിലാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ ജോലി നമുക്ക് ബുദ്ധിമുട്ട് വന്ന ഉടനെ അവർ കയറി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിള്ളേരാണ് ഇപ്പോഴൊക്കെ ഉള്ളത്. പണ്ട് ഇതുപോലെ അത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരുപാട് അനുഭവമുള്ളവർ കാണും. പക്ഷെ ഞാൻ രക്ഷപ്പെട്ട്, അതേപോലെ ഇനി രക്ഷപ്പെടാത്ത ആൾക്കാർ കാണുമായിരിക്കാം. അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല, നമ്മൾ കാണാത്ത കാര്യം പറയാനൊക്കത്തില്ല. എങ്കിലും കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാട്ടിലെ പൂഴിമണൽ വാരുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന നജീബിക്ക അറബി നാട്ടിൽ പോയിട്ട് മറ്റൊരു നാട്ടിൽ പോയിട്ട് ആടുകളെ മേയ്ക്കുന്ന, അതും വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും പെട്ടെന്ന് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി, എനിക്ക് എന്റെ നാട് മതി എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടാവും അല്ലെ? അന്ന് ചെന്ന് ഇറങ്ങിയിടുമ്പോൾ എന്റെ നാട്, എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എല്ലാം പോയല്ലോ എന്നും പറഞ്ഞ് തന്നെ എന്നെ എങ്ങനെങ്കിലും ദൈവം അള്ളാഹു എന്റെ നാട്ടിലൊന്ന് എത്തിച്ചാൽ മതി, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് എന്റെ ആൾക്കാരെടുത്തോടെ എത്തിച്ചാൽ മതി എന്നുള്ള പ്രാർത്ഥനയും ഇതുമായിരുന്നു എന്റെ എല്ലാ ദിവസവും. പിന്നെ നമ്മളത് പറയാൻ ദൈവം നമുക്ക് ഇന്ന പരീക്ഷണങ്ങളും തരും, നല്ല സുഖവും ദുഃഖവും തരും. അപ്പം എന്നെ അന്ന് ഇച്ചിരി ദുഃഖിച്ചെങ്കിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത് കണ്ടില്ലേ മീഡിയ, ഇവിടെ എനിക്ക് വരാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി ഇങ്ങനെ കാര്യങ്ങൾ പറയാനും എന്റെ അനുഭവങ്ങൾ ഇപ്പോൾ ഒരു മെയിൻ നടനിലൂടെ ലോകം മൊത്തം അറിയിക്കാനും ഒക്കെ ഒരു സാഹചര്യം വന്നതിന് സന്തോഷമുണ്ട്. ഈ ബെന്യാമിൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ വഴിയാണ് ഇതെല്ലാം സംഭവിച്ചത് അല്ലെ? അപ്പം അദ്ദേഹം ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു നോവൽ എഴുതുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ബെന്യാമിനെ പരിചയപ്പെട്ട ആ ഒരു സമയത്തിനെ പറ്റിയിട്ട് ഇക്കാക്ക് എന്താണ് പറയാനുള്ളത്? അത് പറയാൻ പറ്റിയത് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനെന്ന് പറയാനും ഞാൻ പിന്നെ അവിടെ പോയി 5 സെന്റ് സ്ഥലം വിറ്റിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതെനിക്ക് വാങ്ങിക്കാൻ പിന്നെ തിരിച്ചു വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഒരു റിയാൽ പോലും കാണാതെ ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ 5 വർഷം നാട്ടിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ എൻ്റെ അളിയൻ, ഭാര്യയുടെ ആങ്ങള ഇതേപോലെ ഇങ്ങനെ നിന്നാൽ അങ്ങനെ കൂലിപ്പണി കൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ, ഒരു വീട് എവിടെങ്കിലും 5 സെന്റ് സ്ഥലം മേടിച്ച് വീടൊക്കെ വെക്കണ്ടേ. അങ്ങനെ അളിയനായിട്ടൊരു പ്രീവിയസ് അയച്ചു തന്നത് കൊണ്ട് മാത്രമാണ് ഈ കഥയിലേക്ക് പോകാനുള്ളൊരു കാരണമായത്. അങ്ങനെ ഞാൻ ബഹ്റൈനിൽ ചെന്നിറങ്ങി 2-3 ദിവസം അളിയൻ്റെ റൂമിൽ നിന്ന്. അങ്ങനെ ഹുസൈൻ എന്നാണ് അളിയൻ്റെ പേര്. അളിയൻ്റെ കൂട്ടുകാരാണ് സുനിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. ആ സുഹൃത്ത് അളിയൻ്റെ കൂട്ടുകാരൻ. അതുകൊണ്ട് എന്നെ ഒരു ദിവസം വിളിച്ച് കടയിലോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതുപോലെ സുനിലേട്ടനുണ്ട്, മാവേലിക്കരയുള്ള. അപ്പോൾ ആ പുള്ളിയെടുത്ത് ജോലിയുടെ കാര്യം എന്തെങ്കിലും അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് ആ സമയത്ത് ഞാൻ ചെന്ന് ചോദിച്ച്, അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ഒരു ജോലി ഉണ്ട്, നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുനിലേട്ടാ ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ല എന്ന് പറഞ്ഞു. അതെന്ത് ജോലിയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കഥയുടെ തുടക്കം അങ്ങോട്ട് സുനിലേട്ടൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അങ്ങനെ സുനിലേട്ടൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. ഇവർ നമ്മൾ രണ്ടുപേരും US നേവിക്കകത്ത ജോലിയുണ്ട്, സുനിലും ബെന്യാമിനും. അപ്പോൾ അവിടെ തന്നെ ആക്കാൻ ഒരു കമ്പനിയിലേക്ക് ആയിരിക്കും ജോലി ശരിയാക്കി തന്നേക്കുന്നത്. അപ്പോൾ ഒരു കാമ്പൗണ്ടിൽ തന്നെ ഇതല്ല, 2-3 കിലോമീറ്റർ ദൂരമുള്ള ഒരു US നേവിയുടെ ഒരു സ്ഥലമാണ്. അവിടെയാണിപ്പം. അങ്ങനെ പിന്നെ അവിടെ എനിക്ക് അവിടുത്തെ പാസ്സൊക്കെ വേണം, അവിടെ കാത്തൊക്കെ കയറണമെങ്കിൽ പാസ്സൊക്കെ റെഡിയാക്കി തന്നു. 2-3 ദിവസത്തേക്ക് ഞാനവിടെ ജോലിക്ക് വന്നപ്പോഴാണ് സുനിലേട്ടനാണ് ഈ ബെന്യാമിനെ പരിചയപ്പെടുത്തുന്നതും. ഇത് ബന്ധപ്പെട്ട ബെന്യാമിൻ്റെ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ കാത്തു നടക്കുക. അയാളുടെ 5ാമത്തെ 6ാമത്തെ അങ്ങനെ നോവലാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ കൂടെ പണി സ്ഥലത്തെല്ലാം ഞാൻ ഈ ആക്രി പണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമുക്കിപ്പോൾ പണി ചെയ്യുന്നത് എന്ത് പണിയാണെന്നും പറയേണ്ട ആവശ്യമില്ല, അത് ഇല്ല. പക്ഷെ എനിക്ക് അവിടെ മറ്റേത് സുനിയേട്ടൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിലുണ്ട്, നീ ആ പണി ചെയ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയതിനെക്കാട്ടി നല്ലതായുള്ളൊരു പണിയാണ് ആ പണി, ഞാനിവിടെ അനുഭവിച്ച കണക്കിന്. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രീഡമായിട്ടുള്ള ജോലിയാണ് അത്. എനിക്ക് അവിടെ അനുഭവിച്ചെങ്കിൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്രീഡത്തിന് പറ്റിയൊരു ജോലി എനിക്ക് കിട്ടി. ആൾക്കാരോട് സംസാരിക്കാനും ആരും ഇന്ന ജോലി ചെയ്യടാ എന്നുള്ള ഒരു ഇതില്ലാത്ത ഒരു ജോലി, സ്നേഹിക്കാത്ത നല്ല ജോലി. ഈ പ്ലാസ്റ്റിക് അലുമിനിയൊക്കെ പിറക്കിയിട്ട് അതിൻ്റെ കവർ ചേഞ്ച് ചെയ്ത് ഒക്കെ ഇടുന്ന ഇങ്ങനെ ജോലിയാണ്. അങ്ങനെ നടന്ന് എൻ്റെ പറയിച്ചിട്ട് നടന്ന് 7-8 മാസം കൊണ്ടാണ് ഈ കഥ ബെന്യാമിൻ സാർ എഴുതുന്നത്. എഴുതുമ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ വരുമെന്നും ഒരു കഥ എഴുതി ഇങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ബുക്ക് പ്രകാശനം ചെയ്തു. ആ പുസ്തകം ആദ്യമായിട്ട് തരുന്നത് എനിക്കാണ്. ആ പ്രകാശന സ്ഥലത്ത് ഫസ്റ്റിലത്തെ ബുക്ക് എനിക്കായിരുന്നു. അപ്പോൾ അത് കുറച്ച് വായിച്ചപ്പോഴെനിക്ക് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ വായിച്ച ദിവസം കൊണ്ട് കുറച്ചൊക്കെ വായിച്ചില്ല, ഫുള്ള് വായിച്ചു. അങ്ങനെ പിന്നെ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വായിച്ച് ബുക്ക് നല്ല വിൽപ്പന പറ്റി ഇങ്ങനെ പോവുകയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് വീണ്ടും ഇത് പൊങ്ങിയത്. പിന്നെ ആൾക്കാരെല്ലാം വിളിക്കാനും
പിന്നെ ചാനലുകാരും മറ്റൊരു മറിച്ച് ഇതേപോലെ തന്നെ അന്ന് കുറച്ച് ഒരുപാട് പണിയായിരുന്നു അവിടെ വേറെ ചാനൽ എന്നൊന്നും ചാനലുകാരും അല്ലാതെ ഒരു സ്ഥലത്തൊക്കെ പോയി ഫോട്ടോ എടുക്കും മറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ അങ്ങനെ എന്നിട്ട് ഇപ്പൊ പടവും കൂടെ ആയപ്പോഴാണ് അതിനെക്കാട്ടി ഇതായത്. അപ്പം നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ 3 വർഷത്തോളം ഒരു ദുരിത ജീവിതം മരുഭൂമിയിൽ, 2 വർഷം ചെല്ലുവാനോ. അതെ 2.5 വർഷത്തോളം മരുഭൂമിയിൽ ഒരു ദുരിത ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും തിരികെ സ്വർഗം കിട്ടിയതുപോലെ നാട്ടിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാരണം തിരികെ വീണ്ടും ആ ഒരു മരുഭൂമിയിലേക്ക് തന്നെ പോവുമായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു ഭയം തോന്നിയിരുന്നു വീണ്ടും അവിടേക്ക് തന്നെ ഇനി എന്താകും ജീവിതം എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു മനസ്സില്? അതെ, എനിക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു. എങ്കിലും നമുക്ക് ഒരു കിടപ്പാടം വേണ്ടേ, എന്നൊക്കൊന്നും ഇത് ജോലി ചെയ്തിട്ട് പറ്റത്തില്ല. ഉള്ള കിടപ്പാടം പോയി. അങ്ങനെ പിന്നെ ഭാര്യ പറഞ്ഞു ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാം, ഇനി പോകണ്ടെന്ന് പറഞ്ഞതാണ്. എങ്കിലും ഞാൻ എൻ്റെ അളിയനല്ലേ കൊണ്ടുപോകുന്നതെന്നുള്ള ഇതുപോലെ എന്തായാലും വരത്തില്ല. ഇന്ന ദിവസം അവിടെ ചെന്ന് ഇറങ്ങും, അപ്പൊ അളിയനിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും. ഈ ഒരു ഓർമ്മ നമുക്കുള്ളത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അത് അളിയന്റെ റൂമിലേക്കല്ലേ പോകുന്നതെന്നൊക്കെ അങ്ങനെയാണ് പോകാനുള്ള ഒരു ധൈര്യം വന്നത്. അങ്ങനെ അത് പോയതുകൊണ്ട് 20 വർഷം അവിടെ ജോലി ചെയ്ത് സന്തോഷത്തോട് കഴിഞ്ഞ് പിന്നെ അത് 5 പ്രാവശ്യം നാട്ടിൽ വന്ന്, 5 അല്ല 10 പ്രാവശ്യത്തോളം 8-10 പ്രാവശ്യം നാട്ടിൽ വന്നു. എന്നിട്ട് പിന്നെ ഈ 5 സെന്റ് സ്ഥലവും ഈ ഒരു വീടും എൻ്റെ മകളെ കല്യാണം കഴിച്ച് ഇത്രയും വർഷങ്ങൾ പിന്നെ ഞങ്ങളിപ്പോൾ അത് സുഖത്തെ ഇങ്ങനെ ഇവിടെ കൂലിപ്പണി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ചാനലുകാരും മറ്റവരെല്ലാവരും വന്ന് കണ്ടല്ലേ, എല്ലാവരും അവരുടെ വാക്കുകളാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ. കാരണം എവിടെങ്കിലും ഇനി എനിക്ക് പിന്നെ 2-3 സെന്റ് സ്ഥലം ഒരു വഴി റോഡിലോട്ട് കയറുന്ന ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു വലിയ ഇതായിട്ടൊന്നും ജീവിക്കണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ സ്വന്തം പണി ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകണം. പക്ഷെ നിങ്ങളിപ്പോ കണ്ടല്ലോ ഇവരുടെ എല്ലാവരുടെയും വാക്കുകളാണ് വരുന്നത്. നമ്മളോടൊക്കെ അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വന്ന ആൾക്കാരെല്ലാം അവരുടെ ഭാഗത്ത് കൂടെ വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. അവരൊക്കെ എൻ്റെ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല. മരണം വരെയും പോകാൻ പറ്റും. എന്നാലും എപ്പോഴും നമുക്കെന്നാലും ഒരു മനസാക്ഷി വേണ്ടേ. ഒരുത്തരുടെ മുറ്റത്തൂടെ ഇത്രയും ആൾക്കാരുമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പോകും വരികയും ചെയ്യുന്നത് അതൊരു വലിയൊരു ഇതാണ് എനിക്ക്. അതാണ് ഒരു ആകപ്പാടുള്ള ഒരു സ്വപ്നം അതാണ്. ഓക്കെ, എല്ലാവരും ഈ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന എല്ലാവരും വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയായിരിക്കും ആ ഒരു ജീവിതം അല്ലെ. അപ്പൊ അവരോട് ഇപ്പം പ്രവാസ ജീവിതത്തിലൊക്കെ കാലെടുത്ത് വെച്ചവരോട് ഇനി പോവാൻ പോകുന്നവരോടും നജീബയ്ക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത്രയും വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്. ഞാൻ അവിടെ 2 വർഷം കൊണ്ട് എന്റെ പാഠങ്ങളെല്ലാം പഠിച്ചതാണ്. ഇപ്പൊ അത് ജനങ്ങൾ ഒരുപാടപ്പെട്ട മിക്ക ജനങ്ങളും എല്ലാവർക്കും അറിയാം. ഇപ്പൊ പോകുന്നവർക്കൊക്കെ പിന്നെ ഇങ്ങനെയുള്ള അനുഭവം വരത്തില്ലെന്നാണ് എന്റെ ഉറപ്പ്. അഥവാ അങ്ങനെ ഒരു അനുഭവം വരുന്നാലും നമ്മള് യൂട്യൂബുകാരും ചാനലുകാരും ഏത് സ്ഥലത്ത് പോയി അവരെ കണ്ടുപിടിച്ച് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ഇപ്പൊ പോകുന്നവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഇച്ചിരി കഷ്ടപ്പാട് വന്നെങ്കിലും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഗൾഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ പിന്നെ പെട്ടെന്ന് ചാടിപ്പൊഴിച്ച് എനിക്കത് എല്ലാം പറ്റത്തില്ല അങ്ങനെയുള്ള രീതിയിലൊന്നും വരരുത്. നമ്മുടെ വീട്ടിലെ കടവും ബുദ്ധിമുട്ടുകൊണ്ടല്ലേ നമ്മൾ നാട്ടിലെ പോകുന്നത്. അപ്പൊ അത് ഇങ്ങനെയൊക്കെ എൻ്റെ അനുഭവം പോലല്ല ഇനിയൊരു അനുഭവം ആർക്കും വരത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇത്രയൊക്കെ ഇപ്പൊ എല്ലാവരും അറിയുന്നത്. അതുകൊണ്ട് ഇനി പോകുന്നവർക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് മൊബൈലും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോയി സംഭവം വരത്തില്ല. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് 2 വർഷം അവിടെ പിടിച്ചു നിന്ന് ജോലി ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് അത് അയച്ചു കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നമ്മുടെ സിനിമ ഇറങ്ങി, അത് വളരെയധികം സന്തോഷമുള്ളത് ഒരു കാര്യമാണ്. പോരാത്തതിന് നല്ല വിജയത്തോടു കൂടി തന്നെ ആ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പോണം. എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടാണ്, കരയാതെ ആർക്കും ആ സിനിമ കാണാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. കണ്ടായിരുന്നു. അപ്പൊ പക്ഷേങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നജീബയ്ക്കും കുടുംബത്തിനും വലിയൊരു തീരാനഷ്ടം തന്നെ ഉണ്ടായതാണ്. എന്റെ കുടുംബം ഒന്നിച്ച് എനിക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്റെ മോന് വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു അന്ന് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്ത് അന്നേരം കുട്ടിക്കൊന്നുമില്ല, സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ കഴിഞ്ഞ ടിക്കറ്റ് എടുത്തത്. അപ്പൊ നാളെ വൈകിട്ട് അവന് വരേണ്ടത്. ഇന്ന് കുട്ടി 4 മണിക്ക് മരിക്കുക. അപ്പൊ അതിന് അത്രയും സമയം പിന്നെ വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല.
പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ മാനേജറെ വിളിച്ചു അതുപോലെ പറഞ്ഞപ്പോൾ മാനേജർ എല്ലാം പെട്ടെന്ന് തന്നെ അതിന് വേറെ ടിക്കറ്റ് എടുത്ത് കയറ്റി അയച്ചു. ആ മാനേജർക്കൊക്കെ നമ്മൾ നല്ല നന്ദി പറയാനുണ്ടാകും. അങ്ങനെ ഈ ഒരു ഘട്ടത്തിലും അവർ നമ്മളോട് നിന്ന്. അപ്പം അങ്ങനെ അത് എല്ലാവരും ഒന്നിച്ച് കാണാൻ എൻ്റെ കുഞ്ഞ് മരിച്ചതാണ് ഏറ്റവും വലിയൊരു വിഷമം. ഞാൻ ഇവിടെ സിനിമയ്ക്ക് വരത്തില്ല, ഞങ്ങളാരും പോകുന്നില്ല എന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോഴ് ലസി സാറും ബെന്യാമി സാറും ഇല്ലാണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും അവിടെ വരുന്നത്, അപ്പൊ അതിനകത്ത് ഞാൻ ജീവെങ്കിലും അവിടെ ഒന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരൊന്ന് കൊണ്ടുപോയതാണ്. എന്താ പറ്റിയത് മോക്ക്? എന്തായിരുന്നു പറ്റിയത്? ഞങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞ ഒരു 8 മണിയായപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഹാളിനകത്തിരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ട്. 2 കുട്ടിയുണ്ട്, ഒന്ന് മോടതും ഉണ്ട് മോൻ്റെതും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുറുക്ക് കൊടുത്ത് അത് കുടിച്ചു കഴിഞ്ഞ് പിന്നെ അതിന് ഒരു ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് പിന്നെ ഇടത്തോട്ട് കൊണ്ടുപോയി, ഇവിടെയുള്ള സജ്ജീകരണമൊന്നുമില്ല. അങ്ങനെ ഹുദായി കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് അവിടെ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ, അത് ഓക്സിജൻ വെച്ച വണ്ടിയിൽ കൊണ്ടുപോകാനും ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓക്സിജൻ വെച്ച വണ്ടിയിൽ ശ്വാസം കിട്ടുന്നില്ല പിന്നെ പെട്ടെന്ന് കുഞ്ഞിന്. അങ്ങനെ പിന്നെ അവിടെ പോയി ഐസിയുലാക്കി. എന്നാലും നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ചെറിയൊരു അസുഖമായിട്ട് കുട്ടികളായിരുന്നു. പക്ഷെ എന്നിട്ട് അവര് റിപ്പോർട്ടൊന്നും തരുന്നില്ല. അന്നേരം ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ബെന്യാമി സാറിനെ വിളിച്ചു, സാറേ ഇതുപോലെ വലിയ ബുദ്ധിമുട്ടുണ്ട്, ആരെങ്കിലും ഒരു എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. അങ്ങനെ പിന്നെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് ആൾക്കാരെല്ലാം വന്നു. അവർക്കൊന്ന് അവിടുത്തെ സൂപ്രണ്ടും എല്ലാവരും വലിയ ഡോക്ടർമാരും എല്ലാം വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ സംഭവങ്ങളൊക്കെയാണ്, വളരെ രക്ഷപ്പെടാൻ അവന് ഞരമ്പ് കിട്ടുന്നില്ല. എവിടൊക്കെ കുത്തി എങ്ങനെയൊക്കെ കുത്തിയിട്ട് ഞരമ്പ് കിട്ടിയാൽ മാത്രമേ കുട്ടി രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അതിന് മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, വായ്പ കൊടുക്കാനും പറ്റത്തില്ല, ഇത് ഞരമ്പിൽ കൂടെ തന്നെ കൊടുക്കുകയും വേണം. അപ്പൊ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ വരെ വരെ ചെയ്തിട്ടും പറ്റിയില്ല. പിന്നെ അവര് പറഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, ഞരമ്പ് കിട്ടിയാൽ മാത്രം കുട്ടി രക്ഷപ്പെടും, ഇല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ലെന്ന്. അങ്ങനെ 4 മണിയാകുമ്പോൾ മരിച്ചു. പിന്നെ പിറ്റേന്ന് അവൻ വെളുപ്പിലാണ് ഇവിടെ എത്തി. പിറ്റേന്ന് അവൻ 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങത്തോളായിരുന്നു അവിടെ. ഏതായാലും ഇങ്ങനെ ടിക്കറ്റ് ഒക്കെ മാറ്റി അവൻ പെട്ടെന്ന് വന്നെത്തി. അങ്ങനെ ഒരു ഭയങ്കര ദുഃഖമായിപ്പോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഫാമിലി എല്ലാരെയും കൂട്ടി ഒന്നിച്ച് പോയി കാണണമെന്നുള്ള ചിന്ത മനസ്സിൽ അന്ന് വരെ കാത്തിരുന്നതാണ്. ആ കാത്തിരുന്ന ഒരു അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കഴിവാണ്. കാരണം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ അന്നേരം തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോ നമ്മളെല്ലാവരും സന്തോഷത്തിലേക്ക് ഇപ്പൊ ആ സമയത്ത് പോവുകയാണെങ്കിൽ പോകാം. തോന്നിയിട്ടുണ്ടോ പലപ്പോഴും ദൈവം എന്റെ ജീവിതത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട്, നല്ല സന്തോഷമുള്ള നിമിഷങ്ങളിൽ പോലും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളാണ് തരുന്നത് എന്നുള്ളത്, അങ്ങനെയുള്ള ചിന്തയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട്. ഞാൻ ദൈവത്തെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചെന്ന്. ഞാൻ അടുത്തൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കാൻ കാരണമല്ല. എൻ്റെ പോലെ ഒത്തിരി ആൾക്കാർ ഗൾഫിലൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ നല്ല ജോലി ചെയ്ത് നാട്ടിൽ വരുന്നു. എന്നെ മാത്രമേ ഒറ്റപ്പുറം കൊണ്ടിട്ട് എന്താ അള്ളാന്ന് വിളിച്ച് ഞാൻ കുറ്റപ്പെടുത്തിയില്ല, എന്നാലും നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, ദൈവം തീരുമാനിക്കുന്നവരെ എന്തായാലും വരുത്തുള്ളൂ. ഇപ്പൊ ഇത്ര ദൈവം അതുകൊണ്ടല്ല, അല്ലേ ഞാൻ എന്നെ മരിച്ചു തന്നെയല്ലോ അവിടെ. അവിടെ ജീവിക്കണം, നിന്നെ ജീവിപ്പിക്കണം എന്നുള്ളത് അത് ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽ അത് പറയുന്നില്ല. ആത്മഹത്യ ഒരു ഇതല്ല, ചെയ്യാൻ പാടില്ല നിങ്ങൾ. അപ്പൊ ഞാൻ കട്ടിലിൽ ഇറങ്ങി താഴെ കിടന്നിട്ടുണ്ട്. കാരണം പാമ്പ് കടിച്ചങ്ങനെ മരിക്കട്ടെ എന്ന് വെച്ച്. കാരണം അത് നമ്മൾ ഉറക്കത്തെ അറിയത്തില്ലല്ലോ സംഭവം. അങ്ങനെ വരെ ചിരിച്ചിട്ട് അതിനും വേണ്ട, ആടുകളെയൊക്കെ എത്ര എണ്ണത്തിനെ കൊന്നിട്ട് ചിലപ്പോഴൊക്കെ കൊന്നിട്ട്. അപ്പൊ അവിടെ അള്ളാഹു നമുക്ക് കാവലുണ്ട്. നീ അങ്ങനെ മരിച്ചു പോകേണ്ടവനല്ല, അപ്പൊ എനിക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. നാളെ രക്ഷപ്പെടും എന്ന്. അന്നേരം എൻ്റെ ഭാര്യയുടെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. കാരണം എൻ്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ലയോ, എൻ്റെ കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിൽ വരുന്തോറും പിന്നെ ഇതിനെല്ലാം മാറ്റം വരുത്തുവാണ്. നമ്മള് ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെന്ന് വെച്ചാൽ ആ ചിന്ത മനസ്സിൽ നിന്ന് മാറുവാണ്. പിന്നെ പൃഥ്വി കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ പറയുന്ന കേട്ടായിരുന്നു, ഈ ഒരു സിനിമയിൽ നിന്ന്, ഈ ഒരു സിനിമയ്ക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് പുള്ളി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഈ സിനിമയിൽ നിന്ന് പുള്ളി പഠിച്ച ഏറ്റവും വലിയൊരു പാഠം, അല്ലെങ്കിൽ പുള്ളിയെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നജീബിക്കയെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് ഓരോ ദിവസവും വിശപ്പ് എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, അല്ലെ? ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട്
ഞാൻ ഇന്നലെ പിന്നെ പൃഥ്വിരാജ് സാർ ആ കുബൂസ് കഴിക്കുമ്പോൾ എനിക്ക് അവിടെ കരയുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതേ അനുഭവം തന്നെയായിരുന്നു എനിക്ക് അവിടെ അന്നേരം അത് കണ്ടത്. ഞാൻ ഇതുപോലെ കുബൂസും കഴിച്ച് ഇങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരിക്കുന്ന ഒരു രംഗങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആദ്യമായിട്ട് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ആഹാരം കഴിച്ച ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു നിമിഷത്തിനെ പറ്റിയിട്ട് എന്തായിരുന്നു തോന്നിയത്? വീട്ടിൽ വന്നല്ല ആദ്യം ആഹാരം കഴിച്ചത്. പിന്നെ ചാടി വന്ന കടയിൽ വന്നപ്പം ആ പുള്ളിയാണ് ആദ്യമായിട്ട് വന്നില്ല ആഹാരം തരുന്നത്. അന്നാണ് ആദ്യമായിട്ട് ആഹാരം കഴിക്കുന്നത്. പിന്നെ ജയിലിൽ പോയപ്പോഴും ഉള്ള ആഹാരം അവിടെ നിന്നും കഴിച്ചു. പിന്നെ വീട്ടിൽ വന്ന് വരുന്ന കാര്യം പറ്റി പറയാനൊക്കത്തില്ല. വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാനിവിടെ വന്ന് കയറുമ്പോൾ എൻ്റെ വാപ്പ എൻ്റെ മോനെ വിളിച്ചോണ്ട് വന്നിട്ട് കാണിക്കുക, മോനെ നിന്റെ വാപ്പ വന്ന സന്തോഷത്തോടെ ഇങ്ങനെ വരുമ്പോൾ എല്ലാരും കരഞ്ഞു പോയല്ലോ അവിടെ നിന്ന്. ആ ചെറുക്കൻ പറയുന്നത് എന്റെ വാപ്പ പറഞ്ഞ് തിരിഞ്ഞു പോവുക. അപ്പൊ ഞാൻ മുട്ടയടിച്ച് അങ്ങനെ അസ്ഥികൂടം പോലെ നിൽക്കുവാണ്. അങ്ങനെ പിന്നെ ജനിച്ച് 2 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ കുട്ടിയെ കാണുന്നത്. അതെ അതെ. ആ കുട്ടിക്ക് ഞാൻ ഇത്രയും കൊല്ലം അവിടെ നിന്നിട്ട് എനിക്ക് കുഞ്ഞിനൊരു മുട്ടായി പോലെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനുള്ള ഒരു ഇതില്ലാതെ അവന്റെ മുമ്പിലോട്ട് വന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമഘട്ടങ്ങളാണ് എല്ലാം കടന്നു പോയിട്ട്. പക്ഷെ ഈ ഒരു സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ഈ മരുഭൂമിയിൽ വെച്ചിട്ട് ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയിൽ ബെന്യാമിൻ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് ഒരു ഇതിനു വേണ്ടി അത് എഴുതിയതാണ്. പക്ഷെ ഞാൻ എന്റെ മക്കളെ പോലെ ആടിനെ കണ്ട് എന്റെ മക്കളതെല്ലാം ആടല്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരാടിനെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ നബീൽ എന്ന് പേരിട്ട്. അതിനെ എപ്പോഴും തോളയിട്ടോണ്ട് ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ളൂ. അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും. മണി എന്റെ വായുവിന്റെ അന്നേരത്തെ പേരൊക്കെ വിളിച്ച് അവരെ നല്ല സന്തോഷത്തോടെ അവരെ ഇങ്ങനെ. പിന്നെ ഞാൻ അത് പിരിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോഴേ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്ര നാൾ നോക്കിയിട്ട് അതിനെല്ലാം കൂടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന അതിന് തീറ്റ കൊടുക്കാൻ ആരും ഇല്ല. അത് ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും. അതൊക്കെ എനിക്ക് അന്നേരം അവിടെ വെച്ച് ആ വിഷമം ഉണ്ടാകുന്നത്. പിന്നെ എനിക്കെല്ലാം നല്ല സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? ഏത് ഈ പറയുന്ന കണക്കുള്ള ആ ഒരു ആടുമായിട്ടുള്ള നമ്മളത് ചെയ്യാൻ പറ്റുമോ? കാരണം കുറെ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്തു, നജീബിക്ക് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളൊക്കെ അത് നോവലിന് വേണ്ടിയല്ലേ പുള്ളി എഴുതിയത്. ഞാൻ ആടിനെ 100% ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി. ഞാൻ കുഞ്ഞുങ്ങളെ എല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും. പ്രസവിച്ചാൽ ഞാൻ തോളയിട്ടുണ്ടല്ലേ വരുന്നത്. അപ്പം ആടിനെ അങ്ങനെ ഇത് ചെയ്ത് ഞാൻ ചോദിക്കാൻ ചെയ്തെങ്കിൽ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പൊ കഥയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അല്ലെ നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അതെ, ആ ഒരു നോവൽ പുറത്തു വന്നപ്പോഴത്തേക്കും ഇതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഫാമിലിന്റെ ഒക്കെ ഉമ്മാന്റെ ഒക്കെ ഫാമിലിക്കൊക്കെ നമ്മളെ കുറിച്ചെല്ലാം അറിയാവുന്നതാണ്. ഞാൻ ഫാമിലിക്ക് ഇതിങ്ങനെയൊക്കെ അവരുടെ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നോവലിന് വേണ്ടി അവരെ തരില്ല. അല്ലാതെ അങ്ങനെ നമ്മളൊരു സംഭവം ഉണ്ടാവും. അതെനിക്കും വളരെ വിഷമായിപ്പോ അത് ഇങ്ങനെ എഴുതിയേക്കുന്നു. കാരണം നമുക്ക് നമ്മൾ ആടിനെ ഈ മരുഭൂമിയിട്ട് എന്ത് ഇതൊക്കെ. ഞാൻ ബെന്യാമിൻ സാറിനെ വിളിക്കുന്നുണ്ടോ ചോദിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സിനിമയ്ക്കകത്തെ നമ്മുടെ നബീലിനെ കാണാനില്ല. നബീലുമായിട്ടുള്ളതും ആടുകളുമായിട്ടുള്ള ആ ഒരു ഇക്കാന്റെ ആ ഒരു ബന്ധം കൂടുതലായിട്ട് നമുക്ക് നോവലിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ സിനിമയ്ക്കകത്ത് അത് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നോവല് വായിച്ചിട്ട് സിനിമ കാണാൻ പോയ പലരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ സിനിമ നമ്മുടെ നോവലിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. അതെ, ഇത് 3 മണിക്കൂർ കൊണ്ട് ചുരുക്കിയെടുത്തൊരു സിനിമയാണല്ലേ. അപ്പൊ അത് എന്താ അതിനകത്ത് കൊടുക്കാനൊന്നും എനിക്കറിയത്തില്ല. സിനിമയിൽ അവര് കുറഞ്ഞ ഭാഗങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സിനിമയിൽ അവർക്ക് നമ്മളിപ്പോ ഒരു കഥ പറഞ്ഞു കൊടുത്താൽ മാത്രം പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചേർത്താലല്ലേ അവർക്ക് സിനിമയാകത്തുള്ളൂ. അതെ അതെ. അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ പ്രണയ രംഗങ്ങളൊക്കെ കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചോദ്യവും വരുന്നുണ്ട്, നജീബ് റിയൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിൽ ഇത്ര റൊമാൻറ്റിക് ആണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന്. എങ്ങനെ സ്നേഹം ഉണ്ടെന്നോ? അതെ, ഉമ്മാനോട് അത്രമാത്രം ഒരു സ്നേഹം ഉണ്ടോ എന്നുള്ളത്.
വൈഫിനോട് എനിക്ക് അത്രയ്ക്കും സ്നേഹമായിരുന്നു. ഉം. കാരണം ഞാൻ ഇതുപോലെ ഞാൻ 8 മാസം ഗർഭിണിയായിരുന്നു. എന്താ ഏതാ എന്നുള്ള ചിന്തയാണ് മനസ്സിൽ. കാരണം എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എല്ലാപ്പോഴും നല്ല ഇതാണ് ഇത് വരുന്ന ഒരാളാ. അപ്പം എൻ്റെ ഭാര്യ ഞാൻ അതുപോലെ സ്നേഹിച്ചാണ്. പിരിഞ്ഞ് കുറച്ച് നാള് നാട്ടിൽ നിന്ന് മാറി നിന്ന സമയത്ത് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? മുന്നേ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് അടുത്ത് പറയാനേ നമ്മള് മിസ് ചെയ്ത് ഇത് നമ്മുടെ ഭാര്യയോട് മക്കളുടെ സ്നേഹം നമ്മൾ മനസ്സിൽ കരുതി പറയാനല്ലേ ഒക്കത്തുള്ളൂ, വേറെ അടുത്തും പറയാനൊക്കത്തില്ല. അതെ, അവിടുന്ന് വിളിച്ച സമയത്ത് അവിടുന്ന് അവസാനം രക്ഷപ്പെട്ട് ഓടിയെത്തി നാട്ടിലേക്ക് വിളിക്കുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, സഹിക്കത്തില്ലായിരുന്നു. അതെ, സഹിക്കത്തില്ല, കണ്ണു നിറഞ്ഞു. അത് സംഭാഷണം അന്നേരം വരുന്നില്ല, സത്യം അത് വരുന്നില്ല സംഭാഷണം. സന്തോഷത്തെ വിളിക്കുന്നെങ്കിലും അന്നത്തെ ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് എന്തായിരുന്നു പറഞ്ഞത്? ഇക്കയാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞ സമയത്ത് ഇങ്ങിപ്പെട്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നുപോലും അറിയാത്ത ഒരാള്, ആ ആള് സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു എനിക്ക്. ഇത് ഇങ്ങനെ വന്ന് രക്ഷപ്പെട്ട് വന്നെന്ന് അറിഞ്ഞപ്പോഴേ പിന്നെ എൻ്റെ വൈഫും ഒരുപാട് മരണത്തോട് ഉള്ള പലതും ചെയ്യാനൊക്കെ തോന്നിയതാന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം എനിക്ക് എൻ്റെ ഭർത്താവില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്താ, എൻ്റെ ഒരു കുട്ടിയുണ്ട്, പിന്നെ ആ കുട്ടി ഉള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്ന് മാത്രമേ. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞതായിരുന്നു ആ ഒരു ആടുമായിട്ടുള്ള ആ ഒരു സീനിന്റെ കാര്യം, ആ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സീനിന്റെ കാര്യം. അത് സിനിമയില് അവര് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പൃഥ്വിരാജ് ആ ഒരു സീൻ ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ നജീബിക്ക്? ഇല്ല, തോന്നില്ല. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, അപ്പൊ അവരത് ചിത്രീകരിച്ചിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ കണ്ടില്ലല്ലോ, ഞാനിപ്പോ ഇതിനകത്തോടില്ല, ഞാനും കണ്ടിട്ട് അതിനകത്ത് അതൊന്നും ഇല്ലല്ലോ. പിന്നെ ഡഫ് വന്നിരിക്കുന്ന അടി കണ്ടില്ല, അതേപോലെ എന്നെ ഇടിച്ചിടി അതേപോലെ ഇടിക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ അറിയാതെ നിൽക്കുമ്പോഴായിരിക്കും ഒന്ന് ഓടി വന്നിരിക്കുന്നത്. കൂട്ടത്തോടെ കിടക്കുമല്ലേ, 10-200 എണ്ണത്തിനകത്തായി 10-5-10 വലുത് കിടക്കും. ആ ഒരു ഇടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇടിയാത് ഇങ്ങനെ അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞെട്ടിപ്പോകുന്നു. തിരിച്ചു കൊടുക്കാനായിട്ട് പോകുമ്പോഴേ അങ്ങനെ ഇടിയൊക്കെ ഒരുപാട് കിട്ടി. ഇന്നലെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ എന്റെ നടുവിന് ഇടിച്ച ഇടിയുടെ സൗണ്ട് കേട്ടു. അതുപോലെ തന്നെ രക്ഷപ്പെടാനായിട്ട് അവസാനം കിട്ടിയ ഒരു കച്ചിത്തരമുണ്ടല്ലോ, ആ നൈജീരിയക്കാരനും അതുപോലെ തന്നെ ഹക്കീമും നജീബിക്കയും 3 പേരും കൂടി അവസാനം ആ ഒരു മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. ആ ഒരു നിമിഷം എന്താണ് മനസ്സിലേക്ക് ഓടി വന്നത്? ആ ഒരു നിമിഷം എന്ന് പറയാൻ അന്നാലും നമ്മൾ രക്ഷപ്പെടുമെന്നുള്ള ഒരു വിചാരത്തെ അല്ലല്ലോ. ഞാൻ നൈജീരിയ ഒരാൾ വന്നാണല്ലോ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അതെന്ന് പറഞ്ഞ് വരുത്താൻ പറ്റാത്തൊരു നിമിഷമാണത്. ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ വന്ന് എത്തിപ്പെട്ടെന്നാണ് എൻ്റെ ഇത്. കാരണം അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ പുള്ളിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ രക്ഷപ്പെടത്തില്ല, ഒരിക്കലും രക്ഷപ്പെടുത്താൻ ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കത്തുമില്ലായിരുന്നു. ദൈവദൂതൻ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഇത്രയും ജീവിതത്തിനിടയിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളിലൂടെയും എല്ലാമാണ് നജീബിക്കയുടെ ജീവിതം പോയത്. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകാതെ സന്തോഷത്തോടു കൂടി കുടുംബത്തിനോടൊപ്പം തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നജീബിക്കയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നതിന് അർത്ഥം എൻഡല്ല, ലൈഫിന്റെ എൻഡല്ല. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മുന്നിലും ആ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിന് വേണ്ടി മുന്നോട്ട് തന്നെ കുതിക്കുക. ഈ സ്ട്രഗിൾ എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും.